ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിലും കൊച്ചിനനീഫ പറയുന്ന പോലെ 2-ാം തീയതി വരാം എന്ന് പറയാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. എന്തായാലും അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളൊരു Q&A സെഷൻ നടത്തിയിരുന്നു. അതിൽ ഇൻസ്റ്റാഗ്രാമിലെ ചോദ്യത്തിൻ്റെ ആൻസർ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ച്. യൂട്യൂബിൻ്റെ എന്തായാലും പുറകെ വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പോൾ ഒന്നാമത്തത് ചോദ്യമല്ലല്ലോ, ഒരഭിപ്രായമാണെന്ന് തോന്നുന്നു. പുതിയ സാധനം ഇറക്കി വിട് ചേട്ടോയി മനസ്സറിഞ്ഞിച്ചിരിക്കട്ടെ, കടലാസ് വാൻ. ഹേയ് താങ്ക് യു. പുതിയ സാധനം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നത്. അല്ലെങ്കിലും ആവശ്യമുള്ളൊരു സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ആഴ്ചത്തെ സ്റ്റോക്ക് തീർന്നു, കാർഡുമായിട്ട് അടുത്ത ആഴ്ച വാ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഓരോന്ന് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴും ടെൻഷനാണ് അടുത്ത് എന്തുണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ പുതിയ കണ്ടന്റ് എന്തായാലും ഉടനെ തന്നെ റിലീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഹൗ ഈസ് യുവർ ഡേ? ഡേ ആക്ച്വലി നല്ലതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഡേ എങ്ങനെയുണ്ടെന്ന് പറയാനുള്ള സമയം പോലും ഒരു ഡേ തരുന്നില്ല. രാവിലെ എണ്ണീറ്റ് കണ്ണു തുറക്കുമ്പോൾ തന്നെ രാത്രിയാവുന്നു, പിന്നെ ഒരു മനുഷ്യൻ തീയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ട്. എടാ 3 നേരം ഓഫീസിൽ ഇരുന്ന് ചോദിക്കുന്നത് പോരായിട്ടാണോ ഇപ്പൊ ഇൻസ്റ്റയില്? ഇപ്പൊ വിശപ്പില്ല എന്നുള്ള പഴയ ടൈപ്പ് ചളിയൊക്കെ വാരി എറിയും ഞാൻ നിന്നെ, കേട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വല്ലതും കഴിച്ചോ? ദൈവമേ, അടുത്ത ആള്. കഴിച്ചില്ല ബ്രോ, പൊരുത്തം കഴിപ്പിക്കാൻ നോക്കിയതേ ഉള്ളൂ. ഞാൻ കഴിച്ചോളാം ബ്രോ, കഴുകി ക്ഷീണിച്ചല്ല. വാരി കഴുകി. മന്തി തിന്നാൻ പോയാലോ? ഞാൻ എന്തായാലും ഇവിടെ ഫുഡ് ബ്ലോഗ് നടത്തുന്ന തീറ്റാന്ന് വിചാരമുള്ള സബ്സ്ക്രൈബേഴ്സ് ആണോ നമ്മുടെ അടുത്ത് ഫുള്ള്? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെറും മന്തിക്കും ലഹരിക്കും അടിമകളാണ്. എന്ത് ചെയ്യാനാ? എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച ഒന്ന് വിളിക്കട്ടാ, ഇവിടെ അടുത്ത് നല്ലൊരു മന്തിക്കടയുണ്ട്. നീന്തൽ പഠിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പൊ സ്വിമ്മിങ്ങിന്റെ ഒരു കോഴ്സ് എടുത്ത് ഇപ്പൊ സുറയിലെ വിജയെ പോലെ 10 കിലോമീറ്റർ കടലിന്റെ മുകളിൽ കൂടെ പറക്കാൻ പറ്റും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഞാനും അതുപോലെ പറക്കുന്ന കാണണം. അന്ന് തുടങ്ങിയതാണ് അവൻ. പോവാറാമേ, പോവാം, ഒരു ദിവസം എന്തായാലും പോയി ചേരാം. ഓക്കെ. വാട്ട് ഇൻസ്പയർസ് യു ടു ഡ്രോ? അതായത് ഞാനിങ്ങനെ രാവിലെ ആലോചിക്കും, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ എന്താകുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് വേറെ ഒരു പണി അറിഞ്ഞുകൂടാ, അറിയാവുന്ന പണി മര്യാദയ്ക്ക് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷനൊക്കെ തോന്നും. അന്നേരം ഞാൻ തുടങ്ങും. പിന്നെ അതേ കണ്ടില്ലേ, ഇതുപോലുള്ള ആൾക്കാർ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുക. ഇതൊക്കെയാണ് മെയിൻ ഇൻസ്പിറേഷൻ. സൂപ്പർമാൻ വേഴ്സസ് ബാറ്റ്മാൻ ഫൈറ്റ് സീൻ ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ തല്ലുണ്ടാക്കുന്ന ഒരാളല്ല. ഈ സ്കൂളിൽ പോലും ഞാൻ തല്ലുണ്ടാകുമ്പോൾ പിടിച്ചു മാറ്റാറേ ഉള്ളൂ. എന്തായാലും ബ്രോ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ നമ്മുടെ വ്യൂവേഴ്സ് തന്നെ. പിന്നെ യൂട്യൂബ് തുടങ്ങിയ സമയത്താണെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് നമ്മുടെ വൈഭവ് സ്റ്റുഡിയോയിലെ ആനന്ദ് ബാബു ചെയ്ത പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, നഗുമോ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഒരു ആനിമേറ്റഡ് വെർഷൻ. അത് കണ്ടിട്ടാണ് എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു ഐഡിയ കിട്ടിയത്. ഞാൻ ചാടിക്കയറി തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് പ്രേക്ഷകരൊക്കെ ഇൻസ്പയർ ചെയ്ത് നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണ്. യൂട്യൂബ് ഒന്നും കണ്ടിട്ടില്ലാത്ത അമ്മ ഞാൻ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് യൂട്യൂബിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുപോലത്തെ പ്രോത്സാഹനം. അച്ഛനും അമ്മയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടാതെ അനിയൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അത് അവനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക, അതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ കാറ്റും കരണ്ടും വെളിച്ചവും പ്രോത്സാഹനവും നൽകി എന്നെ ഇതുവരെ എത്തിക്കാൻ സഹായിച്ച കാർമൗണ്ട് ഇൻഫിനിറ്റി സ്റ്റുഡിയോയ്ക്കും എൻ്റെ കൂട്ടുകാർക്കും ഹൃദയനിറഞ്ഞ ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നെക്സ്റ്റ്, ആനയ്ക്ക് ഹിന്ദിയിൽ ഹാത്തി. അപ്പോൾ പിടിയാനയ്ക്ക് എന്തായിരിക്കും പറയുക? പിടിയാനയ്ക്ക് ഇപ്പോൾ പേരില്ലായിട്ടാണ് ഒരു പേരിട്ടാ പോരെ? ശ്രീകുട്ടിന്നാ, രുക്മിണിന്നാ, എന്തെങ്കിലും ഇട്ടോ വിളിച്ചാ പോരെ? ആന തിരിഞ്ഞു നോക്കിയാ പോരെ? ഇപ്പം നമുക്ക് എന്തിപ്പോൾ ആവശ്യം? അതിനെ കൊണ്ട് ഉത്സവത്തിന് പോകണം, അത്രയല്ലേ ഉള്ളൂ. ടെൽമി, യേശുദാസും പുകവലിയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? യേശുദാസും പുകവലിയും തമ്മിലുള്ള വ്യത്യാസം ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ. അത് മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ യേശുദാസ് വിചാരിച്ചാൽ ഒരു പുകയൊക്കെ വലിക്കാൻ പറ്റും. പക്ഷെ ഒരു പുക എത്ര വിചാരിച്ചാലും യേശുദാസിനെ വലിക്കാൻ പറ്റില്ല. അത് എങ്ങനെ വലിക്കും? അത് വലിയ പാടാ. ആലോചിച്ച് നോക്ക്. അത് വലിയ പാടാ. ഉള്ളി നിന്ന് തരുമൊന്നുമില്ല. ഉള്ളിയൊക്കെ ഒരുപാട് തിരക്കുള്ള മനുഷ്യരല്ലേ. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുദാസ് ഹരിമുരളീരവും പാടും, പുകവലി ഹരിമുരളീരവും പാടില്ല. യേശുദാസ് ശ്വാസം പിടിച്ച് മറ്റേ ഗംഗേ പാട്ടൊക്കെ പാടും, പുകവലി ശ്വാസം പിടിച്ച ശ്വാസോച്ഛം സ്പോഞ്ച് പോലെ. അപ്പോൾ അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സയൻസൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരും. അതുകൊണ്ട് വേണ്ട, വിട്. ഇഷ്ടം പോലെ വ്യത്യാസമുണ്ട് കേട്ടോ. പത്രമൊക്കെ വായിച്ചു നോക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അങ്ങനെ സുഖക്കുറവൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. എന്തേ?
അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ചായ കുടിക്കാൻ പോയാലോ? പോകാലോ. ഞാൻ ദേ പാലാരിവട്ടത്തുണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. അങ്ങോട്ട് വന്നിട്ടൊന്ന് വിളിച്ചാൽ മതി. ഓക്കെ, വൈകിട്ട് നമുക്ക് ചായ കുടിക്കാം. ബ്രോ ട്യൂട്ടോറിയൽസ് ബ്രോ. എന്തോ ആനിമേഷൻസ്? ബ്രോ ട്യൂട്ടോറിയൽസ് ബ്രോ ആനിമേഷൻസ്. ആനിമേഷൻ്റെ ട്യൂട്ടോറിയൽ ഇടാനല്ലേ? ഇടാം ബ്രോ, ഇടാം. താൻ ആരാ? ശരി. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടി ഇതേ ചോദ്യത്തിന് ഉത്തരം. അവരെ കൊണ്ട് നടന്നില്ല. പിന്നെ നമ്മൾ എവിടുന്ന ആനിമേഷൻ തുടങ്ങിയിടത്ത് തന്നെയാണ് കിടന്ന് വരകുന്നത്. യൂട്യൂബ്. വിച്ച് ആപ്പ് ഓർ സോഫ്റ്റ്വെയർ ആർ യു യൂസിങ്? ബ്ലെൻഡർ. എല്ലാ വീഡിയോയുടെയും താഴെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ, കണ്ടിട്ടില്ല? ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു വണ്ടി വരയ്ക്കാൻ പറ്റുമോ? വണ്ടിയാ? ഏത് വണ്ടിയാണ് നോക്കുന്നത്? എത്ര CC, എത്ര മൈലേജ്, ഏത് കളറാണ്, ഏത് മോഡലാണ് താങ്കൾക്ക് വേണ്ടത്? കൃഷ്ണന് ഞാനൊരു രഥം വരച്ചു തരാം. നിക്കേ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടല്ലേ? സന്തോഷമായില്ലേ? എടുത്തോട്ടോ. ഹൗ ഡു യു ഡു ദി ആനിമേഷൻസ്? അത് ട്യൂട്ടോറിയൽ ബ്രോ എന്നോടൊരു ട്യൂട്ടോറിയൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ട്യൂട്ടോറിയൽ നമുക്കിടാം. ഓക്കെ നില. എവിടെയായിരുന്നു? അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. തിരക്കിലാണോ? അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേലെ നിന്ന് സത്യം പറയും. ആരുടെ കാര്യമാണ്? അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, അതായത് തിരക്കുള്ള ആളാണ്. മേലെ നിന്ന് സത്യം പറയും എന്ന് വെച്ചാൽ താഴെ ഇറങ്ങിയാൽ കള്ളേ പറയുള്ളൂ. ഞാൻ എന്തിനാലും ഇങ്ങനെ വളഞ്ഞൊക്കെ ചിന്തിക്കുന്നത്? അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേലെ നിന്ന് സത്യം പറയും. മറ്റേ സാധനം പല്ലി സത്യം മാത്രമേ പറയുള്ളൂ. ഗൗളി ശാസ്ത്രം എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ പല്ലി. നമുക്ക് ഉറപ്പിക്കാം. മതി. ഇതിൻ്റെ മേലെ ഒരു ചർച്ചയില്ല. പല്ലി. സുഖല്ലേ? മാളവിക നമ്മുടെ സ്റ്റുഡിയോയിലുള്ളതാണ്. ആൾക്കാരോട് ഇത്രയും സുഖാന്വേഷണം നടത്തുന്ന ഒരു കുട്ടി കട്ടുക്കുമണി വ്യത്യാസത്തിലാണ് ഒരു ഡോക്ടറാകൊണ്ട് പോയത്. എനിക്ക് ഉറപ്പാണ്. സുഖമാണ് മാളവികയെ, സുഖമാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ഉടനെ അറിയിക്കാം കേട്ടോ. എൻ്റെ പിക്ക് വരച്ച് തരുമോ? അജീഷിൻ്റെ അടുത്ത് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പോർട്രേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് അല്ല, ഞാനൊരു ആനിമേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അജീഷ് പറഞ്ഞു, എന്നാൽ ആനിമേഷൻ ചെയ്ത് തന്നാൽ മതി. അങ്ങനെ സഡേന്ന് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, ഞാൻ ഡെയിലി വീഡിയോ ഇടില്ലായിരുന്നു. എന്നാലും ഓക്കെ, അജീഷ് പറഞ്ഞതല്ലേ, ഇപ്പം ശരിയാക്കി തരാം. അജീഷിന് വെറൈറ്റി വേണം അത്രേ. ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. ഇനി വേറെ ഉണ്ടോ? നല്ല അടിപൊളി പോസ്. മതി, ഇത് മതി. അപ്പൊ ശരിയാക്കി തരാം. സന്തോഷമായില്ലേ അജീഷ് ചേട്ടാ? ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ Q&A സെഷനൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്കുള്ള എല്ലാ ചോദ്യങ്ങളും കിട്ടി, ബോധിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ ഇതുപോലുള്ള വേണമെങ്കിൽ വെക്കാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഇതുപോലുള്ള യൂട്യൂബിലും കൂടി ഇട്ടിട്ടുണ്ട്. അതിനും കൂടിയുള്ളൊരു ആൻസർ നമ്മൾ ഉടനെ പ്രിപ്പയർ ചെയ്ത് 2-ാം തീയതി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.